ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പിടിയാണ്. വളരെ ഈസി ആയിട്ട് പിടി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പിടിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അല്പം ജീരകം എടുത്തിട്ടുണ്ട്. 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 150 ഗ്രാമോളം റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്നിങ്ങനെയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ അരിപ്പൊടിയും റവയും കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കുക്കറോളം വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ജീരകം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇപ്പോൾ നമുക്ക് റവ ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വലിയ പാത്രത്തിൽ നമുക്ക് ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ചൂടാക്കിയ റവയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കാണാം അരിപ്പൊടി, അതിനുശേഷം നമ്മൾ റവ ചേർക്കുകയാണ്. ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് കുറച്ച് നമ്മൾ തിളപ്പിച്ച വെള്ളം കുറച്ച് നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് ചിരകിയെടുത്ത തേങ്ങ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുക. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ പാകത്തിന് ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നാൽ തീരെ വെള്ളം കുറയാനും പാടില്ല. ഏകദേശം ഒരു കണക്ക് നമുക്കറിയാമല്ലോ, ആ ഒരു കണക്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. അല്പം നല്ലതുപോലെ ബോൾസ് ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബോൾസ് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ മതിയാവും. ഇനി വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം ചെയ്യാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ആ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. മാവ് തണുത്തു പോയി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 2 പ്ലേറ്റ് നമുക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി പിടി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇതുപോലെ നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് ബോൾസ് ഇട്ട് വേവിച്ചെടുക്കാറുള്ളൂ. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ 3-ാം പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബോൾസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി പ്രഷർ കൊടുത്ത് ഇടാതിരിക്കാൻ നല്ലത്, കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഏതെങ്കിലും പാത്രം വെച്ച് നമുക്കിതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് കാണാം ബോൾസ് ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ഒന്നുകൂടെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കാണാൻ സാധിക്കും
ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം അരിപ്പൊടിയിൽ ഇതുപോലെ തേങ്ങ ചിരകിയത് കുറച്ച് ചേർത്ത് നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് കുറുകി നല്ല ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. 5 മിനിറ്റായി, നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നല്ലതുപോലെ ഒന്ന് കുറുകി ഒന്ന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം അത്യാവശ്യം ഗ്രേവിയും അതുപോലെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലെടുത്ത് ഇതുപോലെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിടിക്ക് എപ്പോഴും തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കിയ കോഴിക്കറിയാണ് കോമ്പിനേഷൻ. ഇവിടെ നേരത്തെ തന്നെ കോഴിക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചൂടോടെ സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ. Thanks for watching this video.